ഡാ ഹുസൈൻ ഒന്ന് വിളിച്ചു നോക്കാ. ഇന്ന് ഞായറാഴ്ച കളിക്കാറിങ്ങണതല്ലേ, അവനെ കാണുന്നില്ലല്ലോ. അവൻ ഫോൺ എടുക്കണില്ലടാ, കിടന്നുറങ്ങാ തോന്നണു. ബാക്കിയുള്ളവരൊക്കെ ഭാരത്തേക്ക് പോയി, ഇവനെ കാത്തുനിന്ന് ഇന്ന് കളി നടക്കില്ല. ഏതായാലും 5 മിനിറ്റ് കൂടെ കാത്തിക്കാം, എന്നിട്ട് നമുക്ക് പോവാം. എടാ ആ വരുന്ന മുനീറല്ലേ, അവനെന്നാ ഗൾഫിൽ നിന്ന് വന്ന്? എടാ നീ എന്നാ ഗൾഫിൽ നിന്ന് വന്ന്? ഞാൻ വന്നിട്ടടാ കുറച്ച് ദിവസമായി, ആരും കാണാൻ പറ്റിയില്ല. പഴയതുപോലല്ലടാ, എല്ലാരും ജോലി തിരക്കിലല്ലേ. ഈ ഞായറാഴ്ച അല്ലേ, എല്ലാവരും ഇവിടെ കാണും. ബാക്കി എല്ലാവരും ഗ്രൗണ്ടിലേക്ക് പോയി, ഞങ്ങൾ ഹുസൈനെ കാത്തു നിൽക്കാണ്. അല്ലടാ ഹുസൈൻ ഇപ്പോഴൊരു മാറ്റില്ലല്ലേ. പണ്ട് നമ്മൾ എവിടേക്കൊരു പരിപാടിക്ക് പോവാണെങ്കിലും ആദ്യം നമ്മളെല്ലാവരും, അവസാനം ഹുസൈനെ കാത്ത് എല്ലാവരും നേരം വൈകും. ഇപ്പോഴും അതേപോലെ തന്നെ. നമുക്ക് ഗ്രൗണ്ടിൽ പോയാലോ? അവനെ കാത്തുനിന്ന് ഇന്ന് കളി നടക്കൂല. എന്നാ കാരടാ, എന്നാ പോവാ. അല്ലടാ നമ്മുടെ മജീദ് ഇപ്പൊ നാട്ടിലുണ്ടോ? അവൻ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ചിലപ്പോ വീട്ടിൽ കാണും. അവനെ കണ്ടിട്ട് കുറെ നാളായി. എന്നാ അവനെയും കണ്ടിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ കണ്ടു പോയാലോ? ഇവിടെ ആരുമില്ലേ? ആ ഇതാരും മുനീറോ? നീ എന്നാടാ ഗൾഫിൽ നിന്ന് വന്നേ? ഞാൻ വന്നിട്ട് കുറച്ചു ദിവസമായിടോ. എന്നാ ഒന്ന് ഫ്രീ ആയി. എന്നാ വാ ഇരിക്ക്. നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കേറിയിരിക്കുന്നില്ലേ? അവര് പാടത്തേക്ക് പോവായിരുന്നു, ഞാനും കൂടി. എല്ലാവരും ഒന്ന് കാണാമല്ലോ. നീ പോയിട്ടിപ്പോ കൊറേ ആയല്ലോ. ഗൾഫിലെ ചൂടൊക്കെ എന്താ പാട്? വന്നിട്ട് കല്യാണം നോക്കുന്നില്ലേ? ആ ചൂട് കുറവുണ്ട്. ആ കല്യാണം നോക്കാം, വീട്ടുകാരെ ഏതൊക്കെയൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്. എടാ പോവാ, ഇനി വെയിൽ കൂടിയാ കളിക്കാൻ പറ്റൂല. എന്നാ നിങ്ങൾ ഇട്ടോ, ഞാനാണ്ട് വരാം. എന്നാ ശരി, ഓക്കെ. എന്നാ നമുക്ക് പോവല്ലേ? നീ തിരിച്ചു പോവാനായോ? ഞാൻ അടുത്ത മാസം പോവും. നമ്മുടെ ലീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ പെട്ടെന്ന് തീരുന്നതല്ലേ. എടാ നമുക്ക് എന്റെ കല്യാണക്കാരൊന്ന് പോയോക്കണം. അതിനെന്താ, എപ്പോ വേണേലും വിളിച്ചോ, ഞാനിവിടെ ഉണ്ടാവും. ശരി, ഓക്കെ. എന്നാ നീ വിളിക്ക്. എന്നാ നോക്കടാ. അഫ്സല ഇവിടെ നിന്ന് വന്ന എന്തേ മൻസൂറേ? നീ എന്റെ പെങ്ങളെ നോക്കിയോ? അഫ്സല ചെന്നാണ് പോ. എന്താ മൻസൂറ പ്രശ്നം? അത് എന്റെ പെങ്ങളത്തിലുള്ള ചെറിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ ജനറേഷനല്ലേ, അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതാ. നീ അതിനെ കുറിച്ചിട്ടൊന്നും ബേജാറാവണ്ട. നീ ഇപ്പൊ എന്താ പോണ്? ഞാൻ അങ്ങാടിക്ക് പോവാണ്, വീട്ടിൽ കുറച്ച് സാധനം മേടിക്കാനുണ്ട്. എന്നാ ശരി, പോയിട്ട് വാ. ഓക്കെ. ഇതാ വരുന്നു ഹുസൈനും ജാഫറും കളിക്കാൻ. എന്നാ ശരി. ഇതാരും മുനീറോ? ദുബായിനപ്പത്തി ഞാൻ വന്നിട്ട് 2 ദിവസമായടാ. ഇപ്പോഴാ എല്ലാരും ഒന്ന് കാണാൻ പറ്റിയത്. അല്ലടാ, എന്നാ പോണത്? ലീവ് ഉണ്ടോ? എടാ വന്നിട്ടല്ലല്ലോ, ഓണ കാര്യമൊക്കെ പറഞ്ഞ് ബേജാറാക്കല്ലേ. അല്ല, ഒരു ഫോർമാലിറ്റി ചോദിച്ചതാ. ആ ആയിക്കോട്ടെ. എടാ ഞാൻ പോണ സമയത്തൊക്കെ ഫുള്ള് നെൽകൃഷി ചെയ്യുന്നല്ലോ ഇവിടെ. ഇവിടെ ഇപ്പൊ എന്താ ഫുള്ള് മണ്ണിട്ട് നികത്തി. ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഈ പോയി വരുമ്പോക്കിനി ബാക്കി കാണുന്ന പാടൊക്കെ പറമ്പായിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് വാപ്പാണല്ലോ. ഹലോ, ആ
ഞാൻ ഇവിടെ ഗ്രൗണ്ടിലുണ്ട്. ഞാൻ അതായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം, ചെറിയ അർജന്റ് ഉണ്ട്. എന്നാ ശരി, പോയിട്ട് വാ. എടാ എന്നാ ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി. ആ എടാ അന്ന് ഞാൻ കുറച്ച് നേരം വൈകിയടാ. അത് നിത്യ സംഭവം ഒന്നല്ലല്ലോ, നാട് മൊത്തം മാറി. അനക്ക് ഇപ്പോഴൊരു മാറ്റില്ലല്ലോ ഹുസൈനെ. എടാ സലീമല്ല വരുന്നേ. ഇജോടുന്ന് അവിടുന്നൊക്കെ വന്നിന്ന്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ മതി. അല്ലടാ മൻസൂർ അഫ്സലിനെ നല്ല വെള്ളം കുടിച്ചിട്ടല്ലേ ഇവിടുന്ന് വിട്ടത്. അതെപ്പോ അങ്ങനൊക്കെ ഉണ്ടായോ? അന്നെ എനിക്കറിയട്ടാ, നന്നായിട്ട് എനിക്കറിയാം. അവനെനിക്കറിയോ, പഴയ പ്ലെയറാണ് മുനീർ. അവനെന്താ ഗൾഫിൽ നിന്നാണോ? മുനീർ കളിക്കാറുങ്ങ്. മൺപാത നീട്ടുന്ന മോഹങ്ങളെ, കൺപേലി പുൽകുന്ന സ്വപ്നങ്ങളെ, നെഞ്ചോട് ചേർക്കുന്നു ഞാൻ നിങ്ങളെ. ശിശിരം തലോടുന്ന പൂഞ്ചില്ലയിൽ, മഴവിൽ നിറം പാകുമീ സന്ധ്യയിൽ, ചിറകോട് ദൂരെ പറന്നോട്ട ഞാൻ. മേഘമേ മേഘമേ തോളേറിപ്പോകാൻ ചാരവാ. കാലമേ കാലമേ തേടാനായോരോ തീരങ്ങൾ താ.